ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ നാം ആദ്യത്തെ ശുശ്രൂഷ നടക്കുന്ന ഇന്ന് എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായം 18-ാം വാക്യം, ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക. ഒരു കുടുംബത്തിൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട അച്ഛ അത്യധികം സന്തോഷത്തോടു കൂടെയാണ് ഈ ലെറ്റർ എഴുതുന്നത്. എൻ്റെ ഭർത്താവ് ബിസിനസ് എല്ലാം നശിച്ച് ജോലിയൊന്നും ഇല്ലാതെ ബിൽഡിങ് വിൽക്കാൻ പോലും പറ്റാതെ വിഷമത്തിൽ കടത്തിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആരോ പറഞ്ഞു, നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാതെ ഞായറാഴ്ച രാത്രി 8:30 ഷാലോം ചാനലിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം എന്ന പേരിൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു ധ്യാന ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥിക്കുക, കർത്താവിനോട് ആലോചന ചോദിക്കുക, കർത്താവ് എല്ലാം ശരിയാക്കി തരും. ഞങ്ങൾ കുടുംബസമേതം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു. അതിൻ്റെ ഫലമായി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഞങ്ങളുടെ കട വിൽക്കാൻ സാധിച്ചു. അതിനുശേഷം എൻ്റെ ഭർത്താവിന് ഗൾഫിലേക്ക് പോകാനുള്ള വഴി കർത്താവ് തുറന്നു കൊടുത്തു. പെട്ടെന്ന് തന്നെ വിസ അടിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഭർത്താവ് ഗൾഫിൽ ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ആദ്യത്തെ ശമ്പളം കിട്ടിയ സന്തോഷത്തിലാണ് ഇതെല്ലാം എഴുതി അറിയിക്കുന്നത്. ദൈവത്തിന് 1000 നന്ദി. ഞങ്ങൾക്ക് ആലോചന തന്നു നയിക്കുന്ന പരിശുദ്ധാത്മാവിന് സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെസി എന്നൊരു സഹോദരി എഴുതിയ ഒരു അനുഭവമാണിത്. ദൈവവചന ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച്, ടെലിവിഷൻ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ ആലോചന പകർന്നു കൊടുത്ത് ദൈവമക്കളെ വഴി നടത്തി വിജയത്തിലെത്തിച്ചതിൻ്റെ സന്തോഷമാണ് ഈ കത്തിലൂടെ ആ മകൾ പങ്കുവച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭർത്താവ് ബിസിനസ് എല്ലാം നശിച്ച് കടം പെരുകി ആ കടയൊന്ന് വിൽക്കാൻ പോലും നിവൃത്തിയില്ലാതെ നിരാശ പൂണ്ട് പ്രാർത്ഥന കുറഞ്ഞ് മനസ്സിൽ ഭാരത്തോടെ ഇരിക്കുന്ന സാഹചര്യം. അപ്പോഴാണ് ഒരു ദൈവ പൈതൽ പറഞ്ഞു കൊടുത്തത്, നിങ്ങളിങ്ങനെ നിരാശപ്പെട്ടിരിക്കരുത്, നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കുക, നിങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഹൃദയം തുറന്നു കൊടുക്കുക. ഒരു ടെലിവിഷൻ ശുശ്രൂഷയിലാണെങ്കിൽ നിങ്ങളിൽ പങ്കുചേര്, അവിടെ ദൈവത്തിൻ്റെ ആലോചന കിട്ടും, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ അവർ ടെലിവിഷൻ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടു, പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് അവർക്ക് ആലോചന കൊടുത്തു. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആലോചന കൊടുത്തു. കട വിൽക്കാൻ പ്രേരണ കൊടുത്തു. അതിനുള്ള ആളെ ദൈവം തന്നെ ക്രമീകരിച്ചു. കട വിറ്റു, കടം വീട്ടി, വിദേശത്ത് പോയി, ജോലി പ്രവേശിച്ചു, ശമ്പളം കിട്ടി. കുടുംബത്തിൽ സന്തോഷത്തോടെ ഇന്നവർ കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ സമൂഹത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ ആലോചനയോട് ചേർന്ന് നിൽക്കാൻ, കുടുംബത്തിൽ ആലോചനയോടെ കാര്യങ്ങൾ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ, ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് എല്ലാം ക്രമീകരിക്കാൻ അത്ഭുതകരമായ ആലോചനയുടെ അഭിഷേകം നൽകണമേ കർത്താവേ. ആലോചനയുടെ അഭിഷേകം നൽകി ഈ പുത്തൻ വർഷം വിജയത്തിൻ്റെ വർഷമാക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ് ദൈവമക്കളുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ, തകർന്ന ജീവിതങ്ങൾ, തകർന്ന ബിസിനസ്സുകൾ, തകർന്ന പദ്ധതികൾ എല്ലാം വിജയത്തിലെത്തിക്കാൻ ആലോചന കൊടുക്കുന്ന ദൈവാത്മാവ് വ്യക്തികളിലും കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായം 18-ാം വാക്യം, ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ എന്തോ ബന്ധനമാണ് എന്ന് ചിന്തിക്കരുത്. എന്തോ ഒരു
ഒരു കഠിനമായ ബന്ധനം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് പെട്ടെന്ന് ചിന്തിച്ച് വശാകരുത്. നിരാശപ്പെട്ട് തളർന്നിരിക്കരുത്. നമ്മുടെ പല തകർച്ചയുടെയും പിന്നിലുള്ള ഒരു കാരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ആലോചന കൂടാതെയുള്ള പ്രവൃത്തി തകർച്ചയിൽ അവസാനിക്കും. പ്രൈസ് ദ ലോർഡ്. വിജയത്തിലേക്ക് നയിക്കുന്ന അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ് ആലോചനയോടെ പദ്ധതികൾ തയ്യാറാക്കിയുള്ള പ്രവർത്തനങ്ങൾ. പ്രൈസ് ദ ലോർഡ്. വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നൊരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുന്ന വഴിയാണ് നീ ആലോചനയോടെ പദ്ധതികൾ തയ്യാറാക്കുക, പ്രവർത്തിക്കുക. പ്രൈസ് ദ ലോർഡ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ദൈവമക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വ്യക്തമായി നൽകുന്ന ദൈവത്തിൻ്റെ ഒരു സുവർണ്ണ പാതയാണ് ആലോചനയോടെയുള്ള ജീവിതം, ആലോചനയോടെയുള്ള പ്രവൃത്തി. പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം അച്ഛൻ ഒരു കുടുംബത്തെ സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ കണ്ടു. ആ കുടുംബത്തോട് അച്ഛൻ ചോദിച്ചു, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ചേട്ടൻ ഈ ധ്യാനം കൂടാൻ വേണ്ടി വന്നിരിക്കുന്നത്? ആ ചേട്ടൻ അമേരിക്കയിലുള്ള ഒരു കുടുംബനാഥനാണ്. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, അമേരിക്കയിൽ നിന്ന് ഇത്ര ദൂരം വന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവാരാധന നടത്തി വചനം കേട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു തീരുമാനം എടുക്കണം. അതിനുവേണ്ടി 5 ദിവസം സ്വസ്ഥമായിരുന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിറവിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, 1 കോടിയോ 1.5 കോടിയോ രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പുതിയ പദ്ധതി തുടങ്ങാൻ പോവുകയാണ് കേരളത്തിൽ. അതിന് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ 5 ദിവസം തിരക്കിൽ നിന്നെല്ലാം മാറി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആ ധ്യാനത്തിൽ വെച്ച് അദ്ദേഹം ശാന്തമായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവത്തോട് സംസാരിച്ചു. ആ ധ്യാനത്തിൽ വെച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു തീരുമാനം കിട്ടി. ആ തീരുമാനപ്രകാരം അദ്ദേഹം ചുവടുവെച്ച് മുമ്പോട്ട് നീങ്ങി. അദ്ദേഹം തുടങ്ങാനിരുന്ന ബിസിനസ് വേണ്ട എന്ന് തീരുമാനമെടുക്കാനുള്ള കൃപയാണ് കർത്താവ് കൊടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തീരുമാനം എടുത്ത് അദ്ദേഹം മുമ്പോട്ട് പോയി. ആ ബിസിനസ് വേണ്ട എന്ന് വെച്ച് മുമ്പോട്ട് പോയി. അധികം താമസിയാതെ പുതിയ ഗവൺമെൻറ് കേരളത്തിൽ നിലവിൽ വന്നു. പുതിയ ഗവൺമെൻറ് നിയമപ്രകാരം വയലുകൾ നികത്തുന്നതും അവിടെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതും അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം വലിയ തടസ്സങ്ങളുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വലിയ ഒരു തകർച്ചയിൽ നിന്ന് ദൈവം വിടുവിച്ച അത്ഭുതകരമായ ഒരു ആലോചനയാണ് അദ്ദേഹത്തിന് ദൈവം കൊടുത്തത്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ ഈ പുതിയ അന്തരീക്ഷത്തിൽ അദ്ദേഹം പൊളിഞ്ഞ് പാളീസാകുന്ന ഒരു കാഴ്ചയാണ് ഈ കേരളത്തിൽ നാം കാണേണ്ടിയിരുന്നത്. ദൈവം അദ്ദേഹത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച നല്ല ആലോചന കൊടുത്ത ദിവസങ്ങളായിരുന്നു ആ ധ്യാന ദിവസങ്ങൾ. പ്രൈസ് ദ ലോർഡ്. മറ്റനേകം വ്യക്തികൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 5 ദിവസം ധ്യാനം കൂടി തീരുമാനമെടുത്ത് തുടങ്ങിയ ബിസിനസ്സുകൾ, തീരുമാനമെടുത്ത് തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ, തൊഴിൽ സ്ഥാപനങ്ങൾ അടിക്കടി ഉയർച്ച പ്രാപിച്ചു വരുന്നത് അതിനെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തൽ പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 15-ാം വാക്യത്തിലുണ്ട്. ഓരോ സംഗതിയും നീ ആലോചിച്ച് ചെയ്യണം. പ്രഭാഷകൻ 31:15. ഓരോ സംഗതിയും നീ ആലോചിച്ച് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 22:16 ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഓരോ കാര്യങ്ങളിലും ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങാതെ ഉറച്ചു നിൽക്കും. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങാതെ ഉറച്ചു നിൽക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യത്തിന് വേണ്ടി നാം പുറപ്പെടുമ്പോൾ നാം ഒറ്റയ്ക്കിരുന്ന് നന്നായി ആലോചിക്കണം. ആലോചിച്ച് പദ്ധതികൾ തയ്യാറാക്കണം. നാം കുടുംബത്തിൽ ആലോചിക്കണം, കുടുംബാംഗങ്ങളോട് ആലോചിക്കണം, ആലോചിക്കേണ്ട കുടുംബാംഗങ്ങളോട് ആലോചിക്കണം, ദൈവത്തോട് ആലോചിക്കണം. ഇങ്ങനെ വിവിധ തലത്തിൽ ആലോചിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ക്ലിപ്തത വരുത്തണം. അതിനുശേഷം മുമ്പോട്ട് നീങ്ങുക. അതിൽ ദൈവാനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും വഴികളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകൻ 32:19 പഠിപ്പിക്കുകയാണ്, നീ ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. ദൈവം തൻ്റെ വചനത്താൽ നിരോധിച്ചിരിക്കുകയാണ്. ആലോചന കൂടാതെ മുമ്പോട്ട് പോകരുത്, ആലോചന കൂടാതെ പ്രവർത്തിക്കരുത്, ആലോചന കൂടാതെ തീരുമാനങ്ങൾ എടുക്കരുത്, ആലോചന കൂടാതെ ചുവടുകൾ മുന്നോട്ട് വെക്കരുത്. അത് ഒരുപക്ഷെ പരാജയത്തിലേക്കുള്ള ചുവടുവെപ്പായിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഈ പുതിയ വർഷത്തിൽ
ഈ വർഷം വിജയത്തിൻ്റെ വർഷമാകാൻ, ഈ വർഷം കുടുംബത്തിന് ഉയർച്ചയുടെ വർഷമാകാൻ, ഈ വർഷം കുടുംബത്തിന് വലിയ നേട്ടത്തിൻ്റെ അഭിവൃദ്ധിയുടെ വർഷമാകാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശം എങ്ങനെയാണ്? ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ സമയം കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ കൃപ വർഷിക്കണമേ. ഈ സമയം കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതങ്ങൾ ചൊരിയണമേ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക്, ഓരോ കുടുംബത്തിനും, ഓരോ കൂട്ടായ്മയ്ക്കും ആലോചനയുടെ അഭിഷേകം നൽകണമേ. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സോടെ ജീവിക്കാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹാലലുയ, 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 ഹാലലുയ. ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെയും ഉണ്ടായ പരാജയങ്ങളെ നികത്താൻ തക്കവണ്ണം ആലോചനയുടെ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകാൻ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. സമൃദ്ധി കൊണ്ട് സംവത്സരത്തെ മകുടമണിയിക്കുന്ന കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ കൂടെ. ഈ നിമിഷങ്ങളിൽ അവിടെ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ പുതിയൊരു വർഷം മുഴുവൻ സമാധാനത്തിൻ്റെ വർഷമാകാൻ, അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാകാൻ, ധാരാളം നല്ല കാര്യങ്ങൾ ഈ ഒരു വർഷത്തിൽ നടക്കാൻ, ഈ ലോകം കുറച്ചും കൂടെ വിശുദ്ധമാകാൻ, ഈ ലോകത്തിൽ കുറേയും കൂടെ സ്നേഹം വളരാൻ, ഈ ലോകത്തിൽ കുറേയും കൂടെ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവമക്കൾക്ക് ലഭിക്കാൻ, സമാധാനവും സന്തോഷം കൊണ്ട് ലോകം നിറയാൻ നമുക്ക് ലോകം മുഴുവനെ സമർപ്പിച്ച് ഈ പുത്തൻ വർഷത്തിൽ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ലോകത്തിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരിക. ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക. ഈ വർഷത്തിൽ വിവാഹങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ, ഈ വർഷത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഈ വർഷത്തിൽ പുതിയ സ്ഥലങ്ങൾ വാങ്ങാനും പുതിയ വീടുകൾ വെക്കാനും ആഗ്രഹിക്കുന്നവർ, പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ ഫാക്ടറികളും തൊഴിൽശാലകളും നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ പുതിയ ഉദ്യോഗ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർ, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഈ വർഷം ദൈവകൃപയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും വർഷമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വർഷത്തെ അനുഗ്രഹം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഈ വർഷത്തെ അഭിഷേകം ചെയ്ത് അനുഗ്രഹവും സമൃദ്ധിയും നിറയ്ക്കണമേ കർത്താവേ. കുടുംബങ്ങളിലേക്ക് ഈ വർഷം സമാധാനം നൽകണമേ. യുദ്ധം, കെടുതികൾ, പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, ദുർമരണങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, കലാപങ്ങൾ, പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളും ദേശത്തിൽ നിന്നും ലോകത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും അവിടെ നിന്ന് ദൂരെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവൻ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ലോകം അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകത്തിൽ നിന്ന് അനർത്ഥങ്ങളും ഭീകരപ്രവർത്തനങ്ങളും എല്ലാ തിന്മയുടെ ആധിപത്യ ശക്തികളും നിർവീര്യമായി സമാധാനവും സന്തോഷവും കൊണ്ട് ലോകം നിറയട്ടെ, കുടുംബങ്ങൾ നിറയട്ടെ, വ്യക്തികൾ നിറയട്ടെ. തകർന്ന കുടുംബജീവിതങ്ങൾ ഈ വർഷം സമാധാനം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷം വിവാഹിതരാകുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷം അങ്ങയുടെ മക്കൾ ആരംഭിക്കുന്ന പുതിയ ഉദ്യമങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.